Hey guys, welcome back to the channel NEET Physics. ഞാൻ ഗോപുചന്ദ്രൻ. നമ്മളിപ്പോൾ ഓസിലേഷന്റെ ഫൈനൽ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള പാർട്സ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കാണുന്നതിന് മുമ്പ് തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സിന്റെ നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫൈനൽ പാർട്ടിന്റെ ഒന്നാമത്തെ ചോദ്യം സ്പ്രിംഗ് ആണ് പറയുന്നത്. സ്പ്രിങ്സ് K1 K2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതൊന്നുമില്ല കേട്ടോ. രണ്ട് സ്പ്രിംഗ് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, രണ്ട് സ്പ്രിംഗ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇതിന്റെ K1 ഉം ഇതിന്റെ K2 ആണെങ്കിൽ ഇക്വേഷൻ റെസിസ്റ്റൻസ് പാരലൽ പോലെ 1/K is equal to 1/K1 plus 1/K2 or K is equal to K1 K2 by K1 plus K2 ആണ്. ഓപ്ഷൻ ഡി ആണ്. പാരലൽ കൂടി പഠിച്ചു വെക്കുക. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കും. രണ്ട് സ്പ്രിങ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ K1 K2 പാരലൽ ആണെങ്കിൽ റെസിസ്റ്റൻസ് സീരീസ് പോലെയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ K1 plus K2 ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൂടി നോട്ട് ചെയ്യുക. എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ആസ് ലെങ്ത് ഇൻക്രീസസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡിക്രീസ് ചെയ്യും. ഇപ്പൊ ലെങ്ത് 12 ആയ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് പറ്റും? K/2 ആവും. ലെങ്ത് n ടൈംസ് ആയാൽ അല്ലെങ്കിൽ L/n ആയെന്ന് വിചാരിക്കും. ലെങ്ത് L/n ആണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? n into K ആയിരിക്കും. അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇപ്പൊ പറഞ്ഞൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആണ്. അതിനെ 3 പാർട്സ് ആക്കി മുറിച്ചു. ഓക്കെ, ഒരു സ്പ്രിംഗ് നമ്മൾ 3 പാർട്സ് ആക്കി മുറിച്ചു. ഒരെണ്ണത്തിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേത് 2 സെന്റിമീറ്റർ. റേഷ്യോ 1:2:3 ആണ് ലെങ്ത്തിന്റെ റേഷ്യോ. ഇത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 ആണെന്ന് വിചാരിക്കുക, ഇത് K2 ആണെന്ന് വിചാരിക്കുക, ഇത് K3 ആണെന്ന് വിചാരിക്കുക. അല്ലെ? കെയും എല്ലും ഓൾറെഡി പറഞ്ഞു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. കെയും എല്ലും ഓൾറെഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു. അതിനർത്ഥം K1 is to K2 is to K3 എന്ന് പറയുന്നത് 1/L1 is to 1/L2 is to 1/L3 ആയിരിക്കും. എന്ന് വെച്ചാൽ 1/1 is to 1/2 is to 1/3. You will get 6 is to 3 is to 2 എന്ന് കിട്ടും. ഓക്കെ, K1 equal to 6 കിട്ടും, K2 equal to 3 കിട്ടും, K3 equal to എന്ത് കിട്ടും? K2K കിട്ടും. ടോട്ടൽ ഫോഴ്സ് കോൺസ്റ്റന്റ് K ആണെങ്കിൽ മുറിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? 6K 3K 2K ആയിട്ട് മാറും. ഇനി കേസ് 1 ഇവര് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തു. അപ്പൊ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആക്ച്വൽ സ്പ്രിംഗിനല്ലേ കിട്ടുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ആക്ച്വൽ സ്പ്രിംഗ് തന്നെ കിട്ടും. മൂന്നും ഒരുമിച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ആക്ച്വൽ സ്പ്രിംഗിനെ കിട്ടും. K' equal to K എന്ന് തന്നെ കിട്ടും. K' equal to K. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം K ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? K1 plus K2 plus K3 ആണ്. അല്ലെ? ദാറ്റ് ഈസ് 6K plus 3K plus 2K 11K എന്ന് കിട്ടും. ചോദ്യം K ഡാഷ് സീരീസും പാരലലും നമ്മൾ റേഷ്യോ ആണ് ചോദിക്കുന്നത്. K' by K ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ K/11K ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1:11 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 1:11 എന്ന് കിട്ടും. നല്ലൊരു ചോദ്യമാണ് അല്ലെ? അടുത്ത ചോദ്യം ഇത് ഓപ്ഷൻ ബി ആണ്. A simple pendulum is hung from the roof of a sufficiently height building and is moving freely to and fro like simple harmonic oscillator. Acceleration തന്നിട്ടുണ്ട് 20 meter per second square ആണ്. at a distance equal to 5 meter ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്താ? സിമ്പിൾ അല്ലേ? എക്സലേഷൻ എന്ന് വെച്ചാൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് അല്ലേ? അപ്പൊ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു A/x എന്ന് കിട്ടും. 20/5 4 എന്ന് കിട്ടും. ഓർ ഒമേഗ √4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ചോദ്യം ടൈം പീരീഡ് എന്താന്നല്ലേ? 2π/ω ചെയ്താൽ മതി. 2π/2 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് പൈ എന്ന് കിട്ടും. പൈ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം
A body of mass m is attached to a spring whose upper end is fixed. അപ്പോൾ ഒരു സ്പ്രിംഗിൽ ഒരു മാസ് m കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടൈം പീരീഡ് എത്ര തന്നിരിക്കുന്നത്? മാസ് m ആണെങ്കിൽ ടൈം പീരീഡ് അങ്ങനെ തന്നെ എഴുതാം. മാസ് കണക്ട് ചെയ്തിരിക്കുന്നത് m ആണെങ്കിൽ കറസ്പോണ്ടിങ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. ഇനി when the mass is increased by 1 kilogram, മാസ് എന്ന് പറയുന്നത് m ന്റെ കൂടെ 1 കിലോഗ്രാം കൂട്ടി, അപ്പൊ ടൈം പീരീഡ് 5 സെക്കൻഡ് ആയി. അപ്പൊ ഈ m ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ടൈം പീരീഡ് 2π√m/k ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് മാസ് ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് മാസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? T2/T1 = √m2/m1. That is 5/3 = √m+1/m എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യാം. അപ്പൊ 25/9 = m+1/m എന്ന് കിട്ടും. 25m = 9m+9 എന്ന് കിട്ടും. 16m = 9 എന്ന് കിട്ടും. m = 9/16 എന്ന് കിട്ടും. m = 9/16 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. പീരീഡ് ഓഫ് മാസ് m. ഓക്കെ, ഇപ്പൊ ഇവിടെയും മാസ് m1 = m ആണെങ്കിൽ ടൈം പീരീഡ് t തന്നിട്ടുണ്ട്. വേറൊരു മാസ് m ഇതിന്റെ കൂടെ കണക്ട് ചെയ്തു. m ന്റെ കൂടെ ഒരു മാസ് m കൂടി എക്സ്ട്രാ കണക്ട് ചെയ്തു. അപ്പൊ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദ്യം. അടുത്തത് ചെയ്ത് അതേപോലെ തന്നെ അല്ലേ? t പ്രൊപ്പോർഷണൽ ടു √m ആണ്. T2/T1 = √m2/m എന്ന് വരും. √m+m/m എന്ന് എഴുതാം. √2m/m എന്ന് എഴുതാം. √2 എന്ന് കിട്ടും. അപ്പൊ T2 = √2 times T1 എന്ന് കിട്ടും. That is √2t. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ. അടുത്ത ചോദ്യം. A simple pendulum performs simple harmonic motion at x = 0 with an amplitude a തന്നിട്ടുണ്ട്, ടൈം പീരീഡ് t തന്നിട്ടുണ്ട്, സ്പീഡ് at x = a/2. സ്പീഡ് at x = a/2. ആംപ്ലിറ്റ്യൂഡ് ഞാൻ തൽക്കാലം a എന്ന് എടുക്കുന്നുണ്ട്, ക്യാപിറ്റൽ എടുക്കുക. സോ v = ω × √a² - x² ആണ്. അല്ലെങ്കിൽ അവിടെ തന്ന പോലെ നമുക്ക് √a² - x² എന്ന് എടുക്കാം. ഓക്കെ, സോ ω × √a² - a/2² എന്ന് കിട്ടും. ω × √a² - a²/4 എന്ന് കിട്ടും. ω × √3a²/4 എന്ന് കിട്ടും. ω × √3a/2 എന്ന് കിട്ടും. ഒമേഗയ്ക്ക് 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗയ്ക്ക് 2π/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √3a/2 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ക്യാൻസൽ ആവും. √3 × π × √3a/t എന്ന് കിട്ടും. π√3a/t എന്ന് കിട്ടും. π√3a/t. ഓപ്ഷൻ സി അല്ലേ? π√3a/t. ഓക്കെ, അടുത്ത ചോദ്യം. The time period of mass suspended of a spring is t. അപ്പോ മാസ് m ആണെങ്കിൽ ടൈം പീരീഡ് t ആണ്. ഓക്കെ, ആ സമയത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണെന്ന് വിചാരിക്കുക. സ്പ്രിംഗ് കോൺസ്റ്റന്റ് k. ഇനി എന്ത് ചെയ്തു? സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പാർട്സ്. അപ്പൊ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ബി 4 ടൈംസ് ആകും അല്ലെ? ലെങ്ത് 1/4 ആയ സ്പ്രിംഗ് എന്ത് പറ്റും? 4 ടൈംസ് ആകും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് 4k ആകും. ഈ കറസ്പോണ്ടിങ് ആ ഒരു സിംഗിൾ സ്പ്രിംഗ് ഒരു സ്പ്രിംഗ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ മുറിച്ചിട്ടുള്ള 4 പീസാക്കി മുറിച്ചു. 4 പീസാക്കി മുറിച്ചു. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് 4k. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ടൈം പീരീഡ് എന്താ? സെയിം മാസ് സസ്പെൻഡ് ചെയ്ത ടൈം പീരീഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെയാ ചെയ്ത്? ഇനിഷ്യലി സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണെങ്കിൽ മുറിച്ചു കഴിഞ്ഞാൽ ഓരോന്നിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 4k ആകും. ആ ഒരു 4k നമ്മൾ മാസ് വെച്ച് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്തായിരിക്കും? ഇക്വേഷൻ 2π√m/k. മാസ് സെയിം ആയതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √k ആണ്.
ഇവിടെ നിങ്ങൾക്ക് T2 by T1 equal to root K1 by K2 എന്ന് കിട്ടും. T2 by T1 equal to root K1 by K2 ന് 4K എന്ന് കൊടുക്കുക. അപ്പോൾ 1 by root 4 എന്ന് കിട്ടും, 1 by 2 കിട്ടും. Or T2 equal to T1 by 2, that is T by 2. T2 equal to T by 2, option C എന്ന് കിട്ടും. Option C. Okay. അടുത്ത ചോദ്യം. A mass is suspended by ഇപ്പൊ രണ്ട് സ്പ്രിംഗ് ഉണ്ട് കണ്ടോ, K1 ഉം K2. അതിന്റെ K1 മാത്രം കണക്ട് ചെയ്യുകയാണെങ്കിൽ, K1 മാത്രമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ടൈം പീരീഡ് എന്ന് വെച്ചാൽ T1. ഇപ്പൊ നിങ്ങൾ K2 മാത്രമാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കും, സെയിം മാസിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ ടൈം പീരീഡ് D2. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ടൈം പീരീഡ് T0 ആണെങ്കിൽ ഈ T0 T1 D2 തമ്മിലുള്ള റിലേഷൻ എന്താ? സിമ്പിൾ അല്ലേ? ടൈം പീരീഡ് ഇപ്പൊ പറഞ്ഞുള്ളൂ 1 by root K ആണ് അല്ലേ? അല്ലെങ്കിൽ K പ്രപ്പോർഷണൽ ടു നമുക്ക് 1 by T square എഴുതാം. K പ്രപ്പോർഷണൽ ടു 1 by T square. പാരലൽ ആണെങ്കിൽ നമുക്കറിയാം, പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? K1 plus K2 അല്ലേ? എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ K1 plus K2 ആണ്. ഇതിന്റെ എഫക്റ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് K പ്രപ്പോർഷണൽ ടു 1 by T square ആണ്. സോ 1 by T0 square equal നമുക്ക് എന്ത് എഴുതാം? 1 by T1 square plus 1 by T2 square എന്ന് എഴുതാം. കാരണം K യും D യും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് T0 raised to minus 2 equal to T1 raised to minus 2 plus T2 raised to minus 2 എന്ന് കിട്ടും. T0 raised to minus 2 എന്ന് വെച്ചാൽ T1 raised to minus 2 plus T2 raised to minus 2, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് കിട്ടും. അടുത്ത ചോദ്യം നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്തിന്റെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ഒരു ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തിൽ ഡാംപ്ഡ് ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ഫോർ എക്സാമ്പിൾ 100 ഓസിലേഷൻ കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 1/3 കുറഞ്ഞാൽ 200 ഓസിലേഷൻ കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എത്രയിട്ട് കുറയുന്ന ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ് 1 എടുക്കുക. അപ്പോൾ ഒരു 100 ഓസിലേഷൻ കഴിയുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1/3 ആയിട്ട് മാറി, റെഡ്യൂസ്ഡ് ടു 1/3 ആണ്. അപ്പൊ വീണ്ടും ഒരു 100 ഓസിലേഷൻ കൂടി കഴിഞ്ഞാലോ 1/3ന്റെ 1/3 ആയിട്ട് കുറയും, എന്ന് വെച്ചാൽ 1/9 ആയിട്ട് കുറയും. ഓപ്ഷൻ ഡി. മനസ്സിലായോ? 100 200 കഴിയുമ്പോൾ അവർ ചോദിച്ച പോലെ 200 ഓസിലേഷൻ കഴിയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് വിൽ ബിക്കം 1/9. ഇപ്പൊ 300 ആണെന്ന് വിചാരിക്കും. 300 ഓസിലേഷൻ കഴിയുമ്പോൾ എന്തായിരിക്കും? 100 ഓസിലേഷൻ കഴിയുകയാണെങ്കിൽ 1/3. വീണ്ടും ഒരു 100 ഓസിലേഷൻ കഴിയുമ്പോൾ 1/9, 1/3 സ്ക്വയർ ആവും. വീണ്ടും ഒരു 100 ഓസിലേഷൻ കഴിയുമ്പോൾ 1/3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 300 ഓസിലേഷൻ ആണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ആഫ്റ്റർ 300 ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് 1/27 ആയിരിക്കും. ആ രീതിയിൽ. ഓക്കെ. സോ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യില്ലേ, ഹാഫ് ലൈഫ് പീരീഡ് ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്തൊരു ചാപ്റ്റർ വേവ്സ്, നമ്മുടെ ഫൈനൽ ചാപ്റ്റർ. സോ ആ ഒരു ചാപ്റ്റർ കാണുന്നത് വരെ, ആ ചാപ്റ്ററിലോട്ട് എത്തുന്നത് വരെ അല്ലെ, തൽക്കാലത്തേക്ക് ബൈ, സി യു, ടേക്ക് കെയർ. താങ്ക് യു.